കോൺഗ്രസ് കോതമംഗലം, കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികളുടെ പ്രസിഡന്റുമാരായ ഷമീർ പനയ്ക്കൽ, ബാബു ഏലിയാസ് എന്നിവർ നയിക്കുന്ന ജനസംരക്ഷണ യാത്ര സംഘടിപ്പിക്കും. വന്യമൃഗശല്യത്തിന് പരിഹാരം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടും കോതമംഗലം നിയോജക മണ്ഡലത്തിലെ വികസന മുരടിപ്പിന് എതിരായും ഫെബ്രുവരി 18, 19 തീയതികളിലായി കോതമംഗലം നിയോജക മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലും നഗരസഭയിലും യാത്ര സംഘടിപ്പിക്കുമെന്ന് പ്രസിഡന്റുമാരായ ഷമീർ പനയ്ക്കലും ബാബു ഏലിയാസും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 18, 19 2 ദിവസങ്ങളിലായി ജനസംരക്ഷണ യാത്ര എന്ന ഒരു വലിയ ബഹുജന യാത്രയ്ക്ക് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുകയാണ്. ഈ യാത്രയിൽ ജനസംരക്ഷണ യാത്രയിലൂടെ കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുന്നത് വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾ, മനുഷ്യരുടെ ജീവനും അതുപോലെ തന്നെ അവരുടെ ജീവിത ഉപാധികളുമൊക്കെ ദൈനംദിനം നഷ്ടപ്പെടുമ്പോഴും നിസ്സംഗമായ നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ദൗർഭാഗ്യവശാൽ ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുന്ന ഒരു ഇടതുപക്ഷ MLA, പ്രത്യേകിച്ചും CPM-ൻ്റെ ഒരു MLA ഉള്ള പ്രദേശമാണ് കോതമംഗലം. കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് ഈ വനാതിർത്തിയുമായി ചേർന്ന് കിടക്കുന്ന 5 പഞ്ചായത്തുകളിലെ ഏകദേശം 80,000-ഓളം വരുന്ന ആളുകളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ് ഈ വന്യമൃഗശല്യം. അപ്പോൾ കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഉരുളംതണ്ണിയിലെ എൽദോസിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ അവിടെ അർദ്ധരാത്രിയിൽ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറും കോതമംഗലത്തെ MLA-യും ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു കാര്യവും അവർക്ക് നഷ്ടമായി പ്രഖ്യാപിച്ച സംഖ്യ പൂർണ്ണമായും കൈമാറി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞത് സമയബന്ധിതമായി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. 18-ന് കോട്ടപ്പുഴയിൽ നിന്നും ആരംഭിച്ച് ചെറുവട്ടൂരും 19-ന് കുട്ടമ്പുഴയിൽ നിന്നും ആരംഭിച്ച് അടിവാരത്തും യാത്ര സമാപിക്കും. 2 ദിവസങ്ങളിലായി നേതാക്കളായ ഡീൻ കുര്യാക്കോസ് MP, റോജി M. ജോൺ MLA, മാത്യു കുഴൽനാടൻ MLA, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവർ പങ്കെടുക്കും. എൻലൈറ്റ് ന്യൂസ്, കോതമംഗലം.